രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഇങ്ങനെ പ്രകാശിപ്പിച്ച് നിർത്തുകയാണ് ശ്രീ പിണറായി വിജയനിലൂടെ. മുൻ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവായി അവരോധിക്കുക വഴി CPM ഒരു വലിയ റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. കാർക്കശ്യത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കാർക്കശ്യത്തിന്റെ മുഖമായി പിണറായി വരികയാണ്. അതേസമയം അദ്ദേഹത്തെ എതിർത്ത് നിന്നയാൾ അതിനേക്കാൾ കർക്കശക്കാരനാണ്. കോൺഗ്രസുകാർക്ക് പരിചിതമല്ലാത്ത നിലപാടുകളിലൂടെ, കർക്കശമായ നിലപാടുകളിലൂടെ, കർശനമായ ചില നിബന്ധനകളിലൂടെ വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ച് ഇപ്പോൾ പിണറായിയുടെ കസേരയിൽ, മുഖ്യമന്ത്രി കസേരയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ കാർക്കശ്യം തന്നെയാണ് രണ്ടുപേരുടെ മുഖമുദ്ര. ഒരു കാർക്കശ്യക്കാരൻ ജനങ്ങളെ ഏറെ വെറുപ്പിച്ചു എന്ന ഒരു ജനവിധി നമ്മൾ കണ്ടു. മറ്റേ കാർക്കശ്യക്കാരൻ ജനം നെഞ്ചിലേറ്റി അദ്ദേഹത്തെ ഇങ്ങനെ സ്വന്തം പാർട്ടിയിൽ പോലും ഒരുപക്ഷെ പരിഗണന അർഹിക്കുന്നില്ല, പരിഗണന ലഭിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ ജനം പാർട്ടിയെ കൊണ്ട് അംഗീകരിപ്പിച്ച നേതാവാണ് വി.ഡി. സതീശൻ. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു വലിയ സാഹസമാണ്. രണ്ട് DNA, രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പക്ഷെ ചില സമാനതകൾ ആണ് ഞാൻ പറഞ്ഞത്. കാർക്കശ്യത്തിന് ഒരു മുഖം എന്ന സമാനത. ജനം എന്താണ് കാണുന്നത്? പിണറായി വിജയനിലൂടെ കാണുന്നത് ഒരുപക്ഷെ കാർക്കശ്യം എന്നത് വ്യക്തിപരമായ ഒരു സവിശേഷത മാത്രമല്ല, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ കാർക്കശ്യം മാത്രമല്ല, മറിച്ച് ചില നിലപാടുകളിലും ചില പദപ്രയോഗങ്ങളിലും ഒക്കെ തന്നെ ഈ സഭ്യതയുടെ അതിർവരമ്പ് ലംഘിച്ചുകൊണ്ടുള്ള ഒരു ധാർഷ്ട്യം. കാർക്കശ്യം എന്ന് പറയുന്നതും ധാർഷ്ട്യം എന്ന് പറയുന്നതും തമ്മിലുള്ള അതിർവരമ്പുകൾ വളരെ നേർത്തതാണ്. ഈ ധാർഷ്ട്യത്തിന്റെ സ്വരം കടക്ക് പുറത്തു എന്നതാകാം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിലും പിണറായി ശൈലിക്കെതിരെ വിമർശനമുണ്ടായി. ഇത് ഡാഷിംഗ് ക്യാരക്ടർ എന്നാണ് പിണറായിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഡാഷ് ചേർത്ത പദപ്രയോഗങ്ങൾ എങ്ങനെയും പൂരിപ്പിക്കാം കേരള സമൂഹത്തിന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ജനം കൈകാര്യം ചെയ്തത് എന്നും ഈ ജില്ലാ സെക്രട്ടറിയിൽ ഇരുന്നുകൊണ്ട് ആളുകൾ കണ്ടതാണ്. ഒരു തിരുത്തലിന്റെ ഒരു അവസരം ഉണ്ടായിട്ട് ഈ പഴയ ശൈലി മതി. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മാറി ചിന്തിക്കുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പുതുമയുണ്ടാവുന്നത്. എപ്പോഴും ഒരു യുഗം കഴിഞ്ഞതിന് ശേഷം, സ്റ്റാലിനിസ്റ്റ് യുഗം കഴിഞ്ഞതിന് ശേഷം, ലെനിസ്റ്റ് യുഗത്തിന് ശേഷം സ്റ്റാലിൻ മാറി ചിന്തിച്ചു. സ്റ്റാലിന് ശേഷം ക്രൂഷ്ചേവ് മാറി ചിന്തിച്ചു. മാവോ സേതുവിന് ശേഷം ചൈനയിൽ ഡെങ് സിയാവോപിങ് മാറി ചിന്തിച്ചു, അല്ലേ? ഡെങ് യുഗത്തിന് ശേഷം ഹു ജിൻടാവോയും പിന്നീട് വെൻ ജിയബായോയും അതിനൊക്കെ ശേഷം ഇപ്പോൾ ഷീ ജിൻപിങ്ങും ഒക്കെ മാറി മാറി ചിന്തിച്ചു. ഇവിടെ ഒരു മാറ്റവുമില്ലാതെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പ്രതിപക്ഷ നേതാവിലേക്ക് വരുമ്പോൾ ജനം ആദ്യം കമ്പയർ ചെയ്യാൻ പോകുന്നത് ശരീരഭാഷയാണ്. അത് ഒഴിവാക്കാനാവില്ല. കാരണം ജനം കാണുന്നത് ഈ നടക്കുന്ന രൂപമാണ്, നിൽക്കുന്ന രൂപമാണ്, ഉച്ചരിക്കുന്ന വാക്കുകളാണ്. അവിടെ പിണറായി വിജയൻ ഒരു സ്പെൻഡ് ഫോഴ്സായി ജനം കണ്ടാൽ തെറ്റു പറയാനാവില്ല. കാരണം ശരീരഭാഷ വളരെ പ്രതിപക്ഷ നേതാവിന് ചേരുന്ന ഒരു ചടുലത, അത് പ്രായാധിക്യം കൊണ്ടാണ്. പിണറായി വിജയനും വി.ഡി. സതീശനും തമ്മിൽ 2 പതിറ്റാണ്ടിന്റെയെങ്കിലും പ്രായ വ്യത്യാസമുണ്ട്. ആ പ്രായം കൂടുന്നതനുസരിച്ച് നിയമസഭയ്ക്കുള്ളിലെ ചടുലത, അതിന് പുറത്തെ ഒരു ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ, പ്രതിപക്ഷ നേതാവ് ഡൈനമിക് ആയിരിക്കണം. അത് പ്രവൃത്തിയിൽ മാത്രമല്ല, വാക്കിലും നോക്കിലും ഡൈനമിക് ആയിരിക്കണം. പിണറായി വിജയൻ ആ ഡൈനമിസം ഒരു കാലത്തുണ്ടായിരുന്നു എന്നാണ് പിണറായി പാണന്മാരെ കൊണ്ടൊക്കെ പാടി പുകഴ്ത്തിയിട്ടുള്ളത്. വി.ഡി. സതീശന് നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്. അന്ന് പിന്നെ ഈ വലിയ നെഞ്ചളവോടുകൂടി ഈ ഉരുപ്പിടിച്ച വാളുകൾക്ക് മുന്നിലൂടെ നടന്ന കാലത്തെ പിണറായിയെയും, അതായത് പഴയ രീതികളെയും തങ്ങൾ പേടിക്കുന്നില്ല, ഇപ്പോഴത്തെ പിണറായിയെയും തങ്ങൾ പേടിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് വി.ഡി. സതീശൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രസംഗം വളരെ വൈറലായ ഒരു പ്രസംഗമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെയും പേടിപ്പിക്കാനാവില്ല. അത് മാത്രമല്ല, ആര് കൂടെ നിൽക്കും? അധികാരം കയ്യിലില്ല എങ്കിൽ, പാർട്ടിയിലോ ഗവൺമെന്റിലോ പിടിപാടില്ല എങ്കിൽ, ഇപ്പോഴും പാർട്ടിയിൽ പിടിപാടുണ്ടാവും. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയത്. അപ്പോൾ ഗവൺമെന്റിൽ പിടിപാടില്ലാതെ വരുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഇല്ല ഒരു നേതാവിന്. അതുകൊണ്ട് ദൗർബല്യം കൂടുകയേ ഉള്ളൂ. പ്രായം കാരണം ഉണ്ടാകുന്ന ദൗർബല്യം, ഒരുപക്ഷെ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാം. സ്തുതിപാഠകരുടെ എണ്ണം കുറയും, വിമർശകരുടെ എണ്ണം കൂടും. പരാജയത്തിന്റെ പാപഭാരം കൂടുതൽ അവലോകനങ്ങൾ വരുമ്പോൾ കൂടുതൽ പാപഭാരം ഏൽക്കേണ്ടി വരും. ഇതൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. വി.ഡി. സതീശന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ ഉൾപ്പെടെ ആഞ്ഞടിക്കാൻ സഹായകരമാകുന്ന ഒരു പ്രതിപക്ഷം ആകും പിണറായി വിജയൻ നയിക്കുന്ന പ്രതിപക്ഷം. പക്ഷേ
ഒരു പുതിയ നേതൃത്വത്തിന്റെ സാധ്യത എന്തുകൊണ്ട് ഒഴിവായി? എനിക്ക് തോന്നുന്നത് പുതിയൊരു നേതാവ് ഉണ്ടായി വന്നിട്ടില്ല. രണ്ടാം സ്ഥാനക്കാരനെ വളർത്തിയെടുത്തിട്ടില്ല. സ്വാഭാവികമായി വരേണ്ടത് കേന്ദ്ര കമ്മിറ്റി മെമ്പർ, സെക്രട്ടേറിയറ്റ് മെമ്പർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ആയ കെ എൻ ബാലഗോപാലാണ്. പക്ഷെ ഒരുപക്ഷെ മരുമകനെ ഒന്ന് വാഴിച്ചതിന് ശേഷം മാത്രമേ തനിക്ക് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങാനാവൂ, ക്യാബിനറ്റ് റാങ്കിൽ നിന്ന് ഇറങ്ങാനാവൂ എന്നൊരു ചിന്തയുണ്ടോ? അത് പാർട്ടിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എം വി ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറി എന്ന് ഓർക്കണം. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി ഏറെ പഴികെട്ടു. പാർട്ടിയുടെ പരാജയമാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. പിണറായിയുടെ പരാജയമല്ല, മുഖ്യമന്ത്രിയുടെ പരാജയമല്ല, മറിച്ച് CPM-ന്റെ പരാജയമാണ്, പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ പരാജയമാണ് സംഭവിച്ചത് എന്ന രീതിയിലുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ കൂടുതലും ജില്ലാ കമ്മിറ്റികളിൽ വന്നത്. മുന്നോട്ട് പോകും അറിയില്ല. അതേസമയം മറുവശത്തെ VD സതീശൻ ചാവേറായി വെട്ടി വന്നയാളാണ്. എല്ലാ പ്രതിബന്ധങ്ങളും, തനിക്കെതിരെ ഉയർന്ന എല്ലാ വാളുകളെയും തന്റെ നയചാതുരി കൊണ്ടും വാക്ചാതുരി കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും എല്ലാം തന്നെ ശക്തമായ ലിങ്കേജസ് ഘടകകക്ഷികളുമായി ഉറപ്പിക്കുന്നതിലൂടെയും എല്ലാം തന്നെ VD സതീശൻ വെട്ടി നിരത്തി മുന്നേറി. അതുകൊണ്ട് വെട്ടി നിരത്തലിന് ആരും മോശമല്ല, അത് രണ്ട് രീതികളാണ്. ശൈലിയാണ് പറയുന്നതെങ്കിൽ പിണറായിയുടെ വെട്ടിനിരത്തൽ ഒരു ശൈലിയാണ്, സതീശൻ്റേത് കുറച്ചുകൂടി ഈ വ്യത്യസ്തമായ ശൈലിയിലുള്ള ഒരു കൊട്ടാരം അട്ടിമറി തന്നെയാണ് നടന്നത്. ഹൈക്കമാൻഡിനെ കൊണ്ട് അതിശക്തനായ KC വേണുഗോപാലിനെ മാറ്റി നിർത്തി VD സതീശനെ പോലെ ഒരാളെ അംഗീകരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അനിതര സാധാരണമായ ഒരു വൈഭവം കാട്ടാതെ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ശോഭിച്ച ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തുമ്പോൾ ജനത്തിന്റെ പ്രതീക്ഷ വാനോളമാണ്. അവിടെയാണ് പ്രശ്നം. ഈ പ്രതീക്ഷയോടെ തുയരാൻ VD സതീശന് കഴിയുമോ? സമ്മർദ്ദങ്ങൾ ഉണ്ടാവാമെന്നല്ല, ഉണ്ട്, ഇപ്പോൾ തന്നെ ഉണ്ട് സമ്മർദ്ദങ്ങൾ. ഈ മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞ് നോക്കുമ്പോൾ, മന്ത്രിസഭാ രൂപീകരണമാണ് ആദ്യ സമ്മർദ്ദം, അതൊക്കെ അതിജീവിക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി പദവി കൊടുക്കുകയും വേണ്ട ആളുകളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ സമ്മർദ്ദങ്ങൾ ഇല്ലാതെ തന്നെ മന്ത്രിസഭാ രൂപീകരണം കഴിച്ചേക്കാം. പക്ഷേ അതിനുശേഷമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. വാഗ്ദാനങ്ങളാണ്, ഇന്ദിരാ ഗ്യാരണ്ടീസ് ആണ് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒന്നാമത്തെ കാര്യം. അതിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് കേൾക്കാൻ രസമുള്ള ഒരു കാര്യമാണ്. അത് എത്രത്തോളം പ്രായോഗികമായി നടത്തിക്കൊണ്ടു പോകാം? എല്ലാ വിഭാഗം സ്ത്രീകളെയും, എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്താനാവുമോ? അതോ ഗ്രേഡിംഗ് ഉണ്ടാവുമോ? അർഹതയനുസരിച്ച് എന്തായിരിക്കും മാനദണ്ഡം, എന്തായിരിക്കും അർഹത? എല്ലാത്തരം ബസ്സുകളിലും, സർക്കാർ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്, സൂപ്പർ എക്സ്പ്രസ്, സൂപ്പർ ഡീലക്സ് ഉൾപ്പെടെ താഴേക്ക് സാധാരണ ഓർഡിനറി ബസ് വരെ ഉണ്ട്, ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് എന്ന് വേണ്ട എല്ലാത്തരം ബസ്സിലും, എല്ലാ ഡിസ്റ്റൻസ് ബസ്സുകളിലും, AC ലോ ഫ്ലോർ ബസ്സിൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ള സൗജന്യം ഉണ്ടാവുമോ? നിശ്ചയമില്ല. ചില മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കേണ്ടി വരും. അവിടെ വെള്ളം ചേർക്കലല്ലേ അത്? രണ്ട്, കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ചില മാനദണ്ഡങ്ങൾ എല്ലാ കുട്ടികൾക്കും അനുവദിക്കേണ്ട കാര്യമുണ്ടോ? അതോ അത് ചിലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമോ? അതുപോലെ ഈ ഗ്യാരണ്ടികളുടെ മൂന്നാമത്തെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപ, ഈ ഒരു ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി, എത്ര പേർക്ക് പ്രയോജനം ലഭിക്കാം? 5 ലക്ഷം രൂപയുടെ ലോൺ കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് മാത്രമല്ല, ആശാ വർക്കർമാരുടെ ഉടനെ തീരുമാനിക്കേണ്ടി വരും. മാത്രമല്ല ക്ഷേമ പെൻഷൻ, അത് ഗ്യാരണ്ടിയുടെ ഭാഗമാണ്, 2000 രൂപയിൽ നിന്ന് 3000 രൂപയിലേക്ക് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചാൽ ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ പൊതുകടം ഭീതിതമായ ലെവലിൽ നിൽക്കുകയാണ്. സഞ്ചിത കടം പെരുകി വരികയാണ്. എങ്ങനെ മുന്നോട്ട് പോകും? UDF ഒഴിയുമ്പോൾ പുലി പെറ്റ് കിടക്കും. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പൂച്ചയൊന്നുമല്ല, വലിയ തോതിലാണ് ഖജനാവിൽ നിന്ന് ചോർച്ച ഉണ്ടാകുന്നത്. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? Whoever controls the finances and the national purse and state purse തന്നെ ധനകാര്യ മന്ത്രി സ്ഥാനവും കൂടെ വഹിക്കും എങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയും. ഈ ആഭ്യന്തര വകുപ്പ്, ധനകാര്യ വകുപ്പ്, ഈ രണ്ട് വകുപ്പുകളാണ് ഏറ്റവും പ്രധാനം. ആഭ്യന്തര വകുപ്പ് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട കാര്യവും, ധനകാര്യ വകുപ്പ് ഫിസ്ക്കൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യവും. ഇവിടെ അടിയന്തര ശ്രദ്ധ ഈ ക്രമസമാധാന നിലയിൽ കൈവിട്ടു പോയി എന്ന് പറയാനാവില്ല. എക്കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. അതിപ്പോൾ UDF LDF ഭരിക്കുന്നു എന്ന് നോക്കിയല്ല ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം. പക്ഷെ അതിനെ എങ്ങനെ പോലീസ് കൈകാര്യം ചെയ്യുന്നു? രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ മർദ്ദിച്ചൊതുക്കാനായി ഭരണകൂടത്തിന്റെ ആമായ പോലീസിനെ ഉപയോഗിക്കുന്നത് ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്. അതിനൊക്കെ ഒരു മാറ്റം വന്നേക്കാം. സതീശൻ ശൈലിയിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. അത് തീർച്ചയായും പോലീസിനെ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആക്കി ഉപയോഗിക്കാം. കാരണം രാഷ്ട്രീയ പ്രതിയോഗികളെ തല്ലി ഒതുക്കാൻ, SFIക്കാരെയോ DYFIയോ തല്ലി ഒതുക്കാൻ വേണ്ടി സ്റ്റേറ്റ് പോലീസിനെ ഉപയോഗിക്കില്ല എന്ന് കരുതാം.
പക്ഷേ ഫിസ്ക്കൽ മാനേജ്മെന്റ് അങ്ങനെയല്ല. Correct. ഈ പറയുന്ന ഫ്രീബീസ് കൊടുക്കണമെങ്കിൽ ഖജനാവിൽ പണം എത്തണം. അതിന് രണ്ട് വഴിയാണ്. ഒന്ന്, തനത് വരുമാനം ഉണ്ടാവണം. രണ്ട്, കൃത്യമായി കേന്ദ്ര ഫണ്ടുകൾ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം. തനത് വരുമാനം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ആഭ്യന്തര ഉത്പാദനം ഉണ്ടാകണം, നികുതി വരുമാനം ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഇവിടുത്തെ വർക്ക് കൾച്ചർ, നേരത്തെ ശ്രീ ലിയോ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ഒരു തൊഴിൽ സംസ്കാരം മെച്ചപ്പെടണം. Correct. തൊഴിൽ സംസ്കാരം മെച്ചപ്പെടുന്ന ഒരു ദിവസം കൊണ്ട് സ്വിച്ചിട്ട പോലെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് അത് ഏറെ സമയമെടുക്കും. അത് വി ഡി സതീശൻ എന്ന വ്യക്തിക്ക് മാത്രം ഉണ്ടാക്കാവുന്ന ഒരു സംസ്കാരമല്ല. ട്രേഡ് യൂണിയൻ കൾച്ചർ ഉൾപ്പെടെ, നോക്കുകൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടി എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. രണ്ട്, കേന്ദ്രവുമായി എങ്ങനെ പൊരുത്തപ്പെടും? സർക്കാര് ഈ പഴി കേട്ടത് അത്രയും വേണ്ട രീതിയിൽ ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല, വാങ്ങിയെടുക്കാൻ കഴിഞ്ഞില്ല. PM ശ്രീ വഴി വരുന്നത് ഉൾപ്പെടെ സ്കൂളുകൾക്ക് അതെ. ചിലയിടത്ത് കേന്ദ്രത്തിന് മുന്നിൽ കുനിഞ്ഞു നിന്ന് കൊടുത്തു, അല്ലെങ്കിൽ മുട്ടിലിഴഞ്ഞ് കേന്ദ്രവുമായി സന്ധി ചെയ്തു, ഡീലാണ് എന്ന് തട്ടഹസിക്കുന്ന പ്രതിപക്ഷം, അതിന്റെ നേതാവായ സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറച്ചു നിൽക്കുമോ? അതെ. കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ടുകൾ ഇല്ലാതെ പറ്റില്ല. കേന്ദ്രവുമായി, അത് മാത്രമല്ല, ഈ ന്യായമായി അലോട്ട് ചെയ്യുന്ന തുകയ്ക്ക് പുറമേ ഉള്ള പല വിഹിതങ്ങൾ, പദ്ധതി വിഹിതങ്ങൾ, അതെല്ലാം തന്നെ വാങ്ങിയെടുക്കാൻ തക്ക ഘടനാപരമായ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ ഉടനെ പറയും, CPM ഉച്ചത്തിൽ പറയും. സതീശൻ പറഞ്ഞ അതേ ഗൗരവത്തിൽ, അതിനേക്കാൾ ശബ്ദത്തിൽ CPM-ന്റെ അണികൾ, DYFI, SFI ഉൾപ്പെടെയുള്ള CPM-ന്റെ അണികൾ പറയും, തെരുവിലിറങ്ങി പറയും, ഇത് ഫൗളാണ്, ഇത് ഡീലാണ് എന്ന് പറയും. അതിനെന്ത് മറുപടിയാണ് സതീശൻ കൊടുക്കാനാവുക? അപ്പൊ പിന്നെ എന്റെ ശൈലി, ഒരു നീക്കുപോക്കും വേണ്ട, കേന്ദ്രത്തിന് ചില്ലിക്കാശ് വേണ്ട എന്ന് പറയാൻ ധൈര്യം കാണിക്കും. ഇത് വങ്കത്വമാണ്. അങ്ങനെ പറഞ്ഞാൽ അത് വങ്കത്വം തന്നെയാണ്. അത് രണ്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ചെലവ് ചുരുക്കലിലൂടെ, കർശനമായ മുണ്ട് മുറുക്കി ഉടുക്കലിലൂടെ നേടിയെടുക്കാവുന്ന കുറച്ച് ചെലവ് ചുരുക്കലുണ്ട്. പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാകുമോ? അതാണ് വി ഡി സതീശൻ ഉൾപ്പെടെ ഉള്ള മന്ത്രിമാർ. അവര് മറ്റൊരു 10 വർഷത്തെ വറവിന്റെ അനുഭവമാണ്. ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഞങ്ങളുടെ മന്ത്രിസഭ ഒന്ന് വന്നോട്ടെ, കുറെ പേരെ പേഴ്സണൽ സ്റ്റാഫിൽ കയറ്റിവിടാം. ഓരോ MLA-മാരും ഓരോ MP-മാരും മന്ത്രിമാരും എല്ലാം തന്നെ അവരുടെ ശിങ്കിടികളെ കൊണ്ട് നിറയ്ക്കുന്ന സ്ഥലമാണ് പേഴ്സണൽ സ്റ്റാഫ്. അതൊന്ന്. രണ്ട്, ഈ എസ്കോട്ടും പത്രാസും വേണ്ട എന്നാണ്, എസ്കോട്ടും പൈലറ്റും മാത്രം മതി, കൂടുതൽ വാഹനങ്ങൾ വേണ്ട എന്ന ഒരു നല്ല കാര്യം വി ഡി സതീശൻ പറഞ്ഞു വെച്ചു. അത് കേവലം സിംബോളിക് ഒരു കാര്യം മാത്രമല്ലേ? ഇതൊക്കെ ഒരു കടൽ കായം കലക്കുന്ന പോലെയല്ലേ ഉള്ളൂ, ചെറിയൊരു മാറ്റമല്ലേ? പക്ഷേ ആ സിംബോളിക് ചേഞ്ച് എന്ന് പറയുന്നത് ശൈലിയുടെ വ്യത്യാസമാണ്. പിണറായി വിജയൻ ഇടതുപക്ഷ അടിസ്ഥാനവർഗ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എങ്കിൽ പോലും മാടമ്പി രീതിയാണ് യാത്രാ സമയത്ത് ഉപയോഗിച്ചത്. പറഞ്ഞ ഭാഷ, യാത്രാ മാർഗങ്ങൾ, ശരീരഭാഷ എല്ലാം തന്നെ ഒരു ശരാശരി മാടമ്പിത്തരത്തിന്റെ ലക്ഷണമാണ്. കറകളഞ്ഞ് ശരാശരി ഒന്നുമല്ല, ഉത്തമ മാടമ്പിത്തരത്തിന്റെ ലക്ഷണമാണ്. മറുവശത്ത് അതേ മാടമ്പിത്തരമാണോ കാട്ടാൻ ഉദ്ദേശിക്കുന്നത്? അല്ല എന്നാണ് ആദ്യ സൂചനകൾ. അങ്ങനെയെങ്കിൽ ഒരു ശൈലി, കോൺട്രാസ്റ്റിംഗ് ശൈലി ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. ഉമ്മൻചാണ്ടിയുടെ ശൈലി നോക്കൂ, എത്ര സൗമ്യദീപ്തവും സൗമ്യമായ ശൈലിയാണ്. സിമ്പിൾ ആയിരുന്നു, എന്ത് സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഉമ്മൻചാണ്ടിയുടെ സരിത കയറി പറ്റിയത് എങ്ങനെയാ? ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ആർക്കും കയറി ഇറങ്ങാം എന്നതുകൊണ്ട് സരിതയും കയറി ഇറങ്ങി എന്നേ ഉള്ളൂ. അതിന് ഉമ്മൻചാണ്ടി കൊടുക്കേണ്ടി വന്ന വിലയൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ എല്ലാവരുടെയും തോളെ കൈയിടുന്ന ഉമ്മൻചാണ്ടി ശൈലി ഒരുപക്ഷെ വി ഡി സതീശന് ആവർത്തിക്കാനും ആവില്ല.